ثم أنتم هؤلاء تقتلون أنفسكم وتخرجون فريقا منكم من ديارهم تظاهرون عليهم بالإثم والعدوان وإن يأتوكم أسارى تفادوهم وهو محرم عليكم إخراجهم أفتؤمنون ببعض الكتاب وتكفرون ببعض فما جزاء من يفعل ذلك منكم إلا خزي في الحياة الدنيا ويوم القيامة يردون إلى أشد العذاب وما الله بغافل عما تعملون. സൂറത്തുൽ ബഖറയിലെ 85-ാമത്തെ ആയത്താണ് ഇപ്പോൾ ഓതി കേൾപ്പിച്ചത്. ഈ ആയത്ത് പാരായണം ചെയ്യുമ്പോൾ നാം ചില നിയമങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്നാമതായി സുമ്മ ഷദ്ദുള്ള മീമ് ഉച്ചരിക്കുമ്പോൾ 2 ഖദർ മണിക്കേണ്ടതാണ്. അൻതും അൽ ഇഖ്ഫാ ഉൽ ഹഖീഖിയാണ് ഇവിടെ നിയമം. സുക്കൂനുള്ള നൂനിന് ശേഷം താ വന്നു. സുക്കൂനുള്ള നൂനിനെ അവ്യക്തമാക്കി മണിച്ചുകൊണ്ട് ഓതേണ്ടതാണ്. ഹഉലാഇ. ഈ വാക്കിൽ 2 ദീർഘങ്ങളുണ്ട്. രണ്ടും 4-5 ഖദർ നീട്ടേണ്ടതാണ്. തഖ്തുലൂന ഖാഫിൻ്റെ മേലെ സുക്കൂന് വന്നു. ഖൽഖലയാണ് നിയമം. ثم أنتم هؤلاء تقتلون أنفسكم സുക്കൂനുള്ള നൂന് ശേഷം ഫാ വന്നു. അൽ ഇഖ്ഫാ ഉൽ ഹഖീഖിയാണ് നിയമം. ഫരീഖം മിൻകും തൻവീന് ശേഷം മീമ് വന്നു. അൽ ഇദ്ഗാമു ബിഗുന്ന ആണ് നിയമം. തൻവീനിനെ മീമിൽ ലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഓതേണ്ടതാണ്. മീൻകും സുക്കൂനുള്ള നൂന് ശേഷം കാഫ് വന്നു. അൽ ഇഖ്ഫാ ഉൽ ഹഖീഖിയാണ് ഇവിടെ നിയമം. അതേപോലെ തന്നെ മിൻ ദിയാരിഹിം സുക്കൂൺ നൂന് ശേഷം ദാല് വന്നു. അൽ ഇഖ്ഫാ ഉൽ ഹഖീഖിയാണ് നിയമം. തവാഹറൂന ഇവിടെ ളാഇനെ കനപ്പിക്കേണ്ടതാണ്. ഹാഇനെ കട്ടി കുറയ്ക്കേണ്ടതാണ്. തവാഹറൂന അലൈഹിം ബിൽ ഇസ്മി സുക്കൂണുള്ള മീമിന് ശേഷം ബാ വന്നു. അൽ ഇഖ്ഫാ ഉൽ ഷഫവിയാണ് നിയമം. വൽ ഉദ്വാൻ ദാലിൻ്റെ മേലെ സുക്കൂൺ വന്നത് കൊണ്ട് തന്നെ ഖൽഖലാണ് നിയമം. വഇൻ യഅതൂകും സുക്കൂൺ നൂന് ശേഷം യാ വന്നു. അൽ ഇദ്ഗാമു ബിഗുന്നയാണ് മണിച്ചുകൊണ്ടുള്ള ഇദ്ഗാമാണ് നിയമം. ഉസാറ റാഇൻ്റെ മേലെ ഫത്ഹാണ്, ശേഷം അലിഫാണ്. അവിടെ റാഇനെ നല്ലവണ്ണം കനപ്പിച്ചുകൊണ്ട് ഓതേണ്ടതാണ്. ഉസാറ വഹുവ മുഹറമുൻ അലൈക്കും ഇഖ്റാജുഹും. ഇവിടെ മുഹറം എന്ന വാക്കിൽ കനപ്പിക്കേണ്ട റാ ആണ്. അതേപോലെ തന്നെ ഇഖ്റാജുഹും എന്ന വാക്കിലുള്ള റാഇനെയും കനപ്പിക്കേണ്ടതാണ്. കട്ടി കുറക്കാൻ പാടില്ല. ഫമാ ജസാഉ ഈ വാക്കിൽ ദീർഘിപ്പിക്കേണ്ടതാണ്. അൽ മദ്ദുൽ മുത്തസിലാണ് നിയമം. മൻ യഫ്അലു സുക്കൂൺ നൂന് ശേഷം യാ വന്നു. അൽ ഇദ്ഗാമു ബിഗുന്നയാണ് നിയമം. സുക്കൂൺ നൂനിനെ യാ ലയിപ്പിച്ചുകൊണ്ട് മണിച്ചുകൊണ്ട് ഓതേണ്ടതാണ്. മീൻകും അൽ ഇഖ്ഫാ ഉൽ ഹഖീഖിയാണ് നിയമം. ഖിസ്യുൻ ഫിൽ ഹയാത്തി ദുനിയ അതേപോലെ ഇവിടെയും അൽ ഇഖ്ഫാ ഉൽ ഹഖീഖിയാണ്. തൻവീന് ശേഷം ഫാ വന്നു. അൽ ഇഖ്ഫാ ഉൽ ഹഖീഖി എന്ന് പറഞ്ഞാൽ തൻവീനിൻ്റെ ശബ്ദം അവ്യക്തമാക്കി മണിച്ചുകൊണ്ട് ഓതേണ്ടതാണ്. യുറദ്ദൂന ഇലാ അശദ്ദിൽ അദാബ് അൽ മദ്ദുൽ മുൻഫസിലാണ് നിയമം. 4-5 ഖദ്ർ ദീർഘിപ്പിക്കേണ്ടതാണ്. അൽ അദാബ് എന്ന വാക്കിൽ നിർത്തുമ്പോൾ ഖൽഖലയാണ് നിയമം. ويوم القيامة يردون إلى أشد العذاب. ഒന്നുകൂടി നമുക്ക് ഈ ആയത്ത് പൂർണ്ണമായും കേൾക്കാം. ثم أنتم هؤلاء تقتلون أنفسكم
وتخرجون فريقا منكم من ديارهم تظاهرون عليهم بالإثم والعدوان وإن يأتوكم أسارى تفادوهم وهو محرم عليكم إخراجهم أفتؤمنون ببعض الكتاب وتكفرون ببعض فما جزاء من يفعل ذلك منكم إلا خزي في الحياة الدنيا ويوم القيامة يردون إلى أشد العذاب وما الله بغافل عما تعملون. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على نبينا محمد وعلى آله وأصحابه أجمعين. أما بعد. സഹോദരങ്ങളെ, സൂറത്തുൽ ബഖറയിലെ 85-ാമത്തെ ആയത്തിൻ്റെ പഠനത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ثم أنتم هؤلاء تقتلون أنفسكم وتخرجون فريقا منكم من ديارهم تظاهرون عليهم بالإثم والعدوان وإن يأتوكم أسارى تفادوهم وهو محرم عليكم إخراجهم أفتؤمنون ببعض الكتاب وتكفرون ببعض فما جزاء من يفعل ذلك منكم إلا خزي في الحياة الدنيا ويوم القيامة يردون إلى أشد العذاب وما الله بغافل عما تعملون. ഇവിടെ സഹോദരങ്ങൾ, ഈ ആയത്തിൽ പരാമർശിച്ചിട്ടുള്ള വാക്കാർത്ഥങ്ങൾ സുമ്മ പിന്നെയും, അൻതും നിങ്ങൾ, ഹാഉലായി ഇങ്ങനെയുള്ളവരാണ്, തഖ്തുലൂന നിങ്ങൾ കൊല്ലുന്നു, അൻഫുസക്കും നിങ്ങളെ തന്നെ, വതുഖ്രിജൂന നിങ്ങൾ പുറത്താക്കുകയും ചെയ്യുന്നു, ഫരീഖൻ മിൻകും നിങ്ങളിൽ നിന്നുള്ള ഒരു കൂട്ടരെ, മിൻ ദിയാരിഹിം അവരുടെ ഭവനങ്ങളിൽ നിന്ന്, തലാഹറൂന നിങ്ങൾ പരസ്പരം പിന്തുണ നൽകിക്കൊണ്ട്, അലൈഹിം അവരുടെ മേൽ, ബിൽ ഇസ്മി കുറ്റം കൊണ്ട്, വൽ ഉദ്വാൻ അതിക്രമവും, മയ്യതൂക്കും അവർ നിങ്ങളുടെ അടുക്കൽ വന്നാലോ, ഉസാറ തടവുകാരായി, തുഫാദൂഹും നിങ്ങൾ അവർക്ക് മോചനമൂല്യം നൽകുന്നു, വഹുവ അതാകട്ടെ, മുഹറമുൻ നിഷിദ്ധമാണ്, അലൈക്കും നിങ്ങളുടെ മേൽ, ഇഖ്റാജുഹും അവരെ പുറത്താക്കൽ, അഫതുമിനൂന അപ്പോൾ നിങ്ങൾ വിശ്വസിക്കുകയാണോ, ബിബഅദിൽ കിതാബ് വേദഗ്രന്ഥത്തിന്റെ ചിലതിൽ, വതക്ഫുറൂന നിങ്ങൾ അവിശ്വസിക്കുകയുമാണോ, ബിബഅദിൻ ചിലതിൽ, ഫമാ ജസാഉ എന്നാൽ പ്രതിഫലമല്ല, മൻ യഫ്അലു ചെയ്യുന്നവരുടെ, ദാലിക അത്, മിൻകും നിങ്ങളിൽ നിന്ന്, ഇല്ലാ ഖിസ്യുൻ അപമാനം അല്ലാതെ, ഫിൽ ഹയാത്തി ജീവിതത്തിൽ, അദ്ദുനിയ ഐഹിക, വയൗമിൽ ഖിയാമത്തി ഖിയാമത്തു നാളിലാകട്ടെ, യുറദ്ദൂന അവർ തള്ളപ്പെടും അല്ലെങ്കിൽ അവർ മടക്കപ്പെടും, ഇലാ അശദ്ദി ഏറ്റവും കഠിനമായതിലേക്ക്, അൽ അദാബ് ശിക്ഷയിൽ വെച്ച്, വമല്ലാഹു അല്ലാഹു അല്ല താനും, ബിഗാഫിലിൻ ഒട്ടും അശ്രദ്ധൻ, അമ്മാ തഅമലൂൻ നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ പറ്റി. അപ്പൊ സഹോദരങ്ങൾ, ഈ വാക്കാർത്ഥങ്ങൾ ചേർത്ത് കഴിഞ്ഞാൽ ഈ ആയത്തിന്റെ അർത്ഥം, പിന്നെയും നിങ്ങളിതാ ഇങ്ങനെയുള്ളവരാകുന്നു, നിങ്ങൾ നിങ്ങളെ തന്നെ കൊല ചെയ്യുന്നു, നിങ്ങളിൽ നിന്നുള്ള ഒരു കൂട്ടരെ അവരുടെ ഭവനങ്ങളിൽ നിന്ന് നിങ്ങൾ പുറത്താക്കുകയും ചെയ്യുന്നു, കുറ്റവും അതിക്രമവും വഴി അവർക്കെതിരിൽ നിങ്ങൾ പരസ്പരം പിന്തുണ നൽകിക്കൊണ്ട്, അവർ നിങ്ങളുടെ അടുക്കൽ തടവുകാരായി വന്നാലാകട്ടെ നിങ്ങൾ അവർക്ക് മോചനമൂല്യം നൽകുകയും ചെയ്യുന്നു,
അതാകട്ടെ അവരെ പുറത്താക്കൽ നിങ്ങളുടെ മേൽ നിഷിദ്ധമാക്കപ്പെട്ടതുമാകുന്നു. അപ്പോൾ വേദഗ്രന്ഥത്തിന്റെ ചില ഭാഗത്തിൽ നിങ്ങൾ വിശ്വസിക്കുകയും ചില ഭാഗത്തിൽ നിങ്ങൾ അവിശ്വസിക്കുകയുമാണോ ചെയ്യുന്നത്? എന്നാൽ നിങ്ങളിൽ അപ്രകാരം ചെയ്യുന്നവരുടെ പ്രതിഫലം ഇഹലോക ജീവിതത്തിൽ അപമാനമല്ലാതെ മറ്റൊന്നുമല്ല. ഖിയാമത്തു നാളിലാകട്ടെ അവർ അതികഠിനമായ ശിക്ഷയിലേക്ക് തള്ളപ്പെടുന്നതുമാണ്. നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് അള്ളാഹു അശ്രദ്ധനൊന്നുമല്ല. ഇതാണ് സഹോദരങ്ങളെ സൂറത്തുൽ ബഖറയുടെ 85-ാമത്തെ ആയത്തും ആ ആയത്തിന്റെ വാക്കാർത്ഥങ്ങളും അതുപോലെ തന്നെ ഈ ആയത്തിന്റെ അർത്ഥവും. സഹോദരങ്ങളെ, കഴിഞ്ഞ ആയത്തിന്റെ ക്ലാസ്സിൽ ഇവിടെ സൂചിപ്പിച്ച പോലെ ഈ ആയത്തിലൂടെ മദീനയിലെ യഹൂദികളായ വേദഗ്രന്ഥത്തിന്റെ ആളുകൾ അവരുടെ ചില പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കഴിഞ്ഞ ആയത്തും അതുപോലെ തന്നെ ഈ ആയത്തുമൊക്കെ നമുക്ക് അറിയിച്ചു തരുന്നത്. അല്പം ദീർഘമായ ആയത്തായതുകൊണ്ട് ഇവിടെ ഇന്ന് ഈ ആയത്തിന്റെ വാക്കാർത്ഥവും അതുപോലെ തന്നെ ഈ ആയത്തിന്റെ സാരവുമാണ് ഇന്ന് ഇവിടെ എടുത്തു പറയാൻ ഉദ്ദേശിക്കുന്നത്. ഈ ആയത്തിന്റെ വിശദീകരണത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അവസാനിപ്പിക്കുക എന്നത് പ്രയാസകരമായിരിക്കും. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഈ ആയത്തിന്റെ തഫ്സീറിലേക്ക് വിശദമായി പ്രവേശിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ.